നമസ്കാരം ടിട്ടാ. മിൽമ, കേരളം കണി കണ്ടുണരുന്ന നന്മ. മനസ്സിലായല്ലോ ഞാൻ എന്താ പറയാമെന്നതെന്ന്. മിൽമ പാല് എല്ലാ കേരളീയരും എല്ലാ മലയാളികളും വിശ്വസിച്ച് വാങ്ങുന്ന ഒരു ഉൽപ്പന്നമായിരുന്നു മിൽമയുടെ ഉൽപ്പന്നങ്ങൾ. പുറത്തു വരുന്ന വിവരങ്ങളനുസരിച്ച് ആ മിൽമ എന്ന കമ്പനിയെ നമുക്ക് വിശ്വസിക്കാൻ കൊള്ളാമോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. മിൽമയ്ക്ക് പാല് തികയാതെ വരുമ്പോൾ അത് അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് പാൽ വാങ്ങി ഇവിടെ എത്തിച്ച് പലവിധ കവറുകളിൽ പലവിധ നിറങ്ങളിൽ കവറുകളിലാക്കി വിതരണം ചെയ്യുന്ന പരിപാടിയാണ് ഇവിടെ തുടർന്നുകൊണ്ടിരിക്കുന്നത്. ആ പാക്കറ്റ് പാലിന് ഈടാക്കുന്നത് കൂടിയ വിലയാണ്. പിങ്ക് കളറുണ്ട്, നീല കളറുണ്ട്, അങ്ങനെ പലവിധ വർണ്ണങ്ങളിലാണ് വാരി വിതറുന്നത്. പശുവിൻ്റെ അകിടിൽ നിന്ന് പാല് കറക്കുന്നു, അത് അതേപടി പാക്കറ്റിലാക്കുന്നു, എന്നിട്ട് അത് ജനങ്ങൾക്ക് വിതരണം ചെയ്യുന്നു. കരുതിയത് ഇങ്ങനെയൊക്കെ അല്ലേ നമ്മൾ കരുതിയിരുന്നത്? കർഷകരുടെ പേര് പറഞ്ഞ് പാലിന് വില കൂട്ടിയിട്ട് അവർക്ക് വല്ല നക്കാപ്പിച്ച അങ്ങോട്ട് ഇട്ട് കൊടുക്കുക, ബാക്കി പൈസ മിൽമയുടെ പോക്കറ്റിലേക്ക്. മിൽമയിൽ മുൻപുണ്ടായിരുന്ന ഉദ്യോഗസ്ഥന്മാർ തന്നെ അവിടെ നടക്കുന്ന ക്രമക്കേടുകളെക്കുറിച്ച് വെളിപ്പെടുത്തി തുടങ്ങിയിരിക്കുന്നു. ഇപ്പോൾ പാൽപ്പൊടി വാരിയിട്ട് കലക്കിയാണത്രേ മിൽമ പാല് വിതരണം നടത്തുന്നത്. അതായത് അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വാങ്ങുന്ന പാല് കട്ടി കൂടാൻ വേണ്ടി എരുമപ്പാല് വരെ ചേർക്കുന്നു എന്നാണ് പറയുന്നത്. എരുമപ്പാല് നല്ല ഗുണമുള്ള പാലാണ്, അതിൽ വേറെ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ആ പാല് ഇതിൽ ചേർക്കുന്നുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അവിടുന്ന് വിരമിച്ച ഉദ്യോഗസ്ഥരെല്ലാം പറയപ്പെടുന്നത് ഈ വസ്തുതയാണ്. അപ്പോൾ കാലാകാലങ്ങളായി ജനങ്ങളെ വഞ്ചിച്ചു കൊണ്ടിരിക്കുകയല്ലേ. ശ്രീമതി ചിഞ്ചു റാണിയോടാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ശ്രീമതി ചിഞ്ചു റാണി പലതവണ പാലിന് ഞങ്ങൾ വില കൂട്ടൂല എന്ന് പറഞ്ഞതിൻ്റെ അടുത്ത ആഴ്ച കൂട്ടിയ ആളാണ്. എന്തിനാണ് ഈ മിൽമ ഇങ്ങനെ പാലിന് വില കൂട്ടുന്നതെന്ന് ചോദിച്ചാൽ കർഷകരെ സഹായിക്കാൻ. മിൽമ കർഷകരെ സഹായിച്ചിട്ട് വേണോ ഇവിടെ ക്ഷീര കർഷകർ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്? ഈ മിൽമ വരുന്നതിന് മുമ്പും ഇവിടെ പാൽ സൊസൈറ്റികൾ ഉണ്ടായിരുന്നു. അന്നും ഈ കർഷകർ കഷ്ടപ്പെട്ട് തന്നെയാണ് ജീവിച്ചത്. അവർ ഈ സൊസൈറ്റിയിൽ കൊണ്ടുപോയി പാല് കൊടുത്ത് തന്നെയാണ് ജീവിച്ചത്. പക്ഷെ കർഷകരുടെ പേരിൽ മറ്റൊരു കറവ, ആ കറവ അംഗീകരിക്കാൻ അല്പം പ്രയാസമുണ്ട്. ഇത്രയും നാളായുള്ള നിങ്ങളുടെ വിശ്വാസ്യത നിങ്ങൾ തന്നെ തകർത്തു തരിപ്പണമാക്കി. ഇനി ആ ക്യാപ്ഷൻ അങ്ങ് മാറ്റിയിട്ട് മിൽമ, കേരളം കണി കണ്ടുണരുന്ന തിന്മ എന്നാക്കണം.